നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഷിരൂരിലെ ആ ദൗത്യ മേഖലയിൽ നിന്നും ആ ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ ആ മൃതദേഹം നമുക്കറിയാം 72 ദിവസമായതാണ്. അതിനെപ്പറ്റി നമ്മൾ എന്തെങ്കിലും കൂടുതലൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എന്ത് അവസ്ഥയിലാണ് എന്നുള്ളത്. നമുക്ക് വളരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടോടുകൂടി ഹൃദയവേദനയോടുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ ഈ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ അവസാനം ഇങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കറിയാമായിരുന്നു. കാരണം 72-ാം ദിവസം ഒരാളെ കണ്ടെത്തുമ്പോൾ അത് എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് വെള്ളത്തിലേക്ക് പോയ ഒരു വാഹനം. ആദ്യത്തെ 1-2 ആഴ്ചകളിൽ നമ്മൾ അത് വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം, വെള്ളത്തിൽ വീണിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഈ ഭാരത് ബെൻസിൻ്റെ ടെക്നോളജി ഒരാളെ കുറച്ച് ദിവസങ്ങളോളം ജീവിക്കാൻ സഹായിക്കും എന്നൊക്കെ നമ്മൾ കരുതുകയും ആ പ്രതീക്ഷയോടുകൂടിയുള്ള തിരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ ദിവസം ചെല്ലുന്തോറും നമ്മളുടെ തന്നെ പ്രതീക്ഷ കുറഞ്ഞു അതിൻ്റെ ലെവൽ കുറഞ്ഞു വന്നു. ഒടുവിൽ ആ വാഹനം കണ്ടെത്താൻ കഴിയുമോ എന്നതിൽ പോലും നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത അവസ്ഥയെത്തി. അങ്ങനെ നമ്മൾ ഏതാണ്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുമ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം ഇന്ന് വരികയും ആ ലോറി കണ്ടെത്തുകയും അതിൻ്റെ ക്യാബിനിൽ അർജുൻ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം. അർജുന്റെ മൃതദേഹം ഇപ്പോൾ ലോറിയുടെ ക്യാബിനിൽ നിന്നും ഒരു ബോട്ടിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ കരയ്ക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇപ്പോൾ ഒരു ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മൃതദേഹം മൂടി വെച്ചിരിക്കുകയാണ്. അഴുകിയ അവസ്ഥയിലായിരുന്നു. സ്വാഭാവികമായും ഇത്രയും ദിവസം കഴിഞ്ഞതുകൊണ്ട് അഴുകിയ അവസ്ഥയിലാണ് മൃതദേഹം ഉള്ളത്. അതിപ്പോൾ പുറത്തേക്ക് അല്പം ശ്രമപ്പെട്ടാണെങ്കിലും അത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ബോട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. അത് അല്പസമയത്തിനകം കരയിലേക്ക് മൃതദേഹം കൊണ്ടുവരികയും ചെയ്യും. പിന്നീട് ആശുപത്രിയിലേക്ക് അത് മാറ്റുന്നതാകും നടപടിയും. ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ അല്പസമയത്തിനകത്തിന് എത്തുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ലോറി കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. അത് കുറച്ച് അല്പം ശ്രമകരമായ ജോലിയാണ് ഏതായാലും ഷിരൂരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ മൃതദേഹം ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞു. അത് തന്നെ വലിയ കാര്യമാണ്. കാരണം ക്യാബിൻ ഏതാണ്ട് പൊളിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത്. ഏതാണ്ട് ചതഞ്ഞരഞ്ഞതുപോലെയാണ് ഇപ്പോൾ ക്യാബിൻ കാണാൻ വേണ്ടി കഴിയുന്നത്. അതിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എടുക്കുകയും അത്ര എളുപ്പമായിരുന്നില്ല. ഏതായാലും ആ ഒരു കടമ്പ കൂടി ഇപ്പോൾ കടന്നിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ ബോട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ഇനിയിപ്പോൾ അത് കരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഏതാണ്ട് 70 ദിവസത്തിലധികമായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു വേദനാജനകമായ ഒരു പര്യവസാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് പ്രതീക്ഷിച്ചതുമാണ്. ഏതായാലും അത് തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു. അർജുന് എന്തുപറ്റി, അർജുന്റെ ലോറിക്ക് എന്തുപറ്റി, ഈ 2 ചോദ്യങ്ങൾക്കും ഒരേ സമയം തന്നെ ഇപ്പോൾ നമുക്ക് ഗംഗാവലിപ്പുഴയിൽ നിന്ന് ആ ഉത്തരം കിട്ടുകയാണ്. വളരെ വേദനാജനകമായ ഒരു കാഴ്ച. ഒരു വേദനയാണോ വിഷമമാണോ അല്ല നിർവികാരമായി നോക്കിയിരിക്കുകയാണോ എന്ന് പറയാൻ കഴിയാത്ത വിധം ആളുകൾ ഈ കാഴ്ചകളൊക്കെ നേരിൽ കാണേണ്ടി വരികയാണ്. അർജുൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഇവിടെയുള്ള ജിതിൻ അടക്കമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു നിമിഷം. AKM അഷ്റഫ് പറഞ്ഞതുപോലെ, MLA പറഞ്ഞതുപോലെ അർജുൻ എന്തു പറ്റി എന്ന് അറിയാതെ ഇത് അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന് പല ഘട്ടങ്ങളിലും നമുക്ക് തോന്നിയതാണ്. കാരണം ഈ തെരച്ചിൽ ഇത്ര നാൾ നീണ്ടിട്ടും കാര്യമായ ഏതെങ്കിലും തരത്തിൽ വളരെ പോസിറ്റീവായ ഏതെങ്കിലും ഒരു തെളിവ്, ഏതെങ്കിലും ഭാഗങ്ങൾ ഇതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലോഹസാന്നിധ്യം ഏറ്റവും അധികം ഉണ്ടായിരുന്ന CP4-ൽ ഇന്നലെ ഏതാണ്ട് പൂർണ്ണമായി ഒരു ദിവസം ആകെ തെരഞ്ഞിട്ടും